ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആൻഡ് എർത്തിങ് കണക്ഷൻ ടു എ GI പൈപ്പ് ഇസ് നെസസറി. അതായത് ഒരു എർത്തിങ് കണക്ഷനകത്ത് ഒരു GI പൈപ്പ് നമ്മൾ എന്താണ് നെസസറി ആയിട്ട് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞത്. അതിൻ്റെ നെസസിറ്റി എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ്: ടു പാസ് ദ ലീക്കേജ് കറണ്ട് ടു ദ എർത്ത്, ഫോർ സേഫ് കറണ്ട് ഫ്ലോ, ടു പ്രിവെൻറ്റ് എ ഡാമേജ് ടു ദ വയേഴ്സ്, ടു പ്രിവെൻറ്റ് എ ഡാമേജ് ടു ദ ഇൻസുലേഷൻ ഓഫ് വയേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. എന്താണ് എർത്തിങ് കണക്ഷൻ എന്തിനാ സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ ലീക്കേജ് കറണ്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ലീക്കേജ് കറണ്ട് ഗ്രൗണ്ടിലോട്ട് എത്തിക്കാനുള്ള ഒരു പാസേജ് പ്രൊവൈഡ് ചെയ്യണം. ആ പാസേജ് പ്രൊവൈഡ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? GI പൈപ്പ് യൂസ് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ടു സേഫ് കറണ്ട് ഫ്ലോ അല്ല, ടു പ്രിവെൻറ്റ് ഡാമേജ് ടു ദ വയേഴ്സ്, വയറിനെ ഡാമേജ് ചെയ്യാനൊന്നുമല്ല, ടു പ്രിവെൻറ്റ് ഡാമേജ് ടു ദ ഇൻസുലേഷൻ ഓഫ് വയേഴ്സ് അതുമല്ല. സോ ആൻസർ എന്താ? ടു പാസ് ദ ലീക്കേജ് കറണ്ട് ടു ദ എർത്ത്. അതായത് എർത്തിലോട്ട് ലീക്കേജ് കറണ്ട് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? GI പൈപ്പ്, എർത്തിങ് കണക്ഷനിലെ GI പൈപ്പ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് ബാറ്ററി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ടുഡേ. അതായത് ഇൻഡസ്ട്രീസിൽ സാധാരണയായിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് ബാറ്ററി ഇതിനകത്ത് ഏതാണ്? സിൽവർ സിങ്ക്, സിങ്ക് കാഡ്മിയം, നിക്കൽ കാഡ്മിയം, ലെഡ് ആസിഡ്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ അറിയാം എന്താണ് മോസ്റ്റ് ഫെമിലിയർ ആയിട്ടൊക്കെ കേൾക്കുന്ന പേര് എന്താണ്? ലെഡ് ആസിഡ് ബാറ്ററി ആണ് സാധാരണ ഇവിടെ യൂസ് ചെയ്യുന്നത്, ഇൻഡസ്ട്രികളിലെ സ്റ്റോറേജ് ബാറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ടേം PCB സ്റ്റാൻഡ്സ് ഫോർ PCB. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് PC എന്ന് പറയുന്ന എക്സ്പാൻഷൻ ആണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ആണ്. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. പോളിത്തീൻ സർക്യൂട്ട് ബോർഡ് അല്ല, പ്രാക്ടിക്കൽ സർക്യൂട്ട് ബോർഡ് അല്ല, none of this. So PCB is printed circuit board. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ വയർ ഗേജ് ഇസ് യൂസ് ടു മെഷർ. അതായത് വയർ ഗേജ് എന്ന് പറയുന്നത് എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഗേജ് എന്ന് പറയുമ്പോൾ എന്താണ്? നോർമലി അതിൻ്റെ തിക്നെസ് ഒക്കെ മെഷർ ചെയ്യാനാണ്. അപ്പോൾ നോക്കാം എന്താണ്? ലെങ്ത് ഓഫ് എ വയർ, വയറിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാനല്ല, ഏരിയ ഓഫ് എ വയർ, ഏരിയ അല്ല, തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ലെയർ ഓഫ് എ വയർ, വയറിൻ്റെ ഇൻസുലേഷൻ ലെയർ ഒന്നും അല്ല. ഇറ്റ് മെഷേഴ്സ് ദ ഡയാമീറ്റർ ഓഫ് എ വയർ, വയറിൻ്റെ ഡയാമീറ്റർ മെഷർ ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വയർ ഗേജ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ആ ഗേജിൻ്റെ ഇടയിലായിട്ട് എന്താണ് ഈ വയർ നമ്മൾ പ്ലേസ് ചെയ്യും, എന്നിട്ട് ഗേജ് ടൈറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ആ മെഷർമെൻറ്റ് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അതാണ് വയർ ഗേജ്. സോ വയർ ഗേജ് ഇസ് യൂസ്ഡ് ടു മെഷർ ഡയമീറ്റർ ഓഫ് എ വയർ, വയറിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യാനാണ് വയർ ഗേജ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ആൻ ഇലക്ട്രിക് കെറ്റിൽ ഡ്രോ 4 amperes of current at 240 volt supply, then what will be the power consumption by the kettle? എന്താണ്? കിറ്റിലിന് 4 ആംപിയർ ആണ് കറണ്ട് ഉള്ളത്, 240 വോൾട്ട് ആണ് ഉള്ളത് എങ്കിൽ അതിൻ്റെ പവർ കൺസംഷൻ അല്ലെങ്കിൽ പവർ കൺസ്യൂംഡ് എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ പവർ കൺസ്യൂംഡ് ഇക്വേഷൻ നോക്കാം. പവർ കൺസ്യൂംഡ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് പവർ കൺസ്യൂംഡ്. അപ്പോൾ അതിനകത്ത് വോൾട്ടേജ് തന്നിട്ട് എന്താണ്? 240 ഇൻറ്റു കറണ്ട് തന്നിട്ട് എത്രയാണ്? 4. അപ്പോൾ 240 ഇൻറ്റു 4 എന്ത് വന്നു? 0.16819, 960 ആണ് യൂണിറ്റ് വാട്ട്. സോ 4 ആംപിയർ കറണ്ട് 240 സപ്ലൈ ആണെങ്കിൽ അതിൻ്റെ പവർ കൺസംഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 960 വാട്ട്. അപ്പോൾ ഓപ്ഷൻ നോക്കാം. 60 വാട്ട് അല്ല, 400 വാട്ട് അല്ല, 1000 വാട്ട് അല്ല, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 960 വാട്ട്. അപ്പോൾ 4 ആംപിയറും 240 വോൾട്ടും ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ കൺസംഷൻ ആണ് എന്ത്? 960 വാട്ട് എന്ന് പറയുന്നത്.